നമസ്തേ രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനങ്ങളും പ്രളയവും. വീടുകളും ഹോട്ടലുകളും ഒലിച്ചുപോയി. 4 മരണം, നിരവധി പേരെ കാണാതായി. ധരാലി ഗ്രാമത്തിൽ വൻ നാശനഷ്ടം. ഗംഗയിൽ ജലനിരപ്പ് ഉയർന്നു. 20 പേരെ രക്ഷപ്പെടുത്തിയതായി സൈന്യം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. വാരണാസിയിലും പ്രളയ സമാന സാഹചര്യം. റഷ്യ ബന്ധത്തിൽ ഇരട്ടത്താപ്പുമായി അമേരിക്ക. എണ്ണ ഇറക്കുമതിക്ക് ഭാരതത്തിന് പിഴയിട്ട അമേരിക്ക റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു. ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ എണ്ണ ഇറക്കുമതിയിലുണ്ടായത് 23% വളർച്ച. രാഹുലിനെതിരെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശനം. ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തെന്ന പരാമർശം അപലപനീയം. സുപ്രീം കോടതിക്കെതിരെ പ്രിയങ്ക വാദ്ര. യഥാർത്ഥ ഭാരതീയൻ ആരാണെന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്ന് പ്രിയങ്ക. മതം മാറിയവർക്കുള്ള സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ. മതം മാറിയ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ സഹായം നൽകില്ല. നീക്കം പരിവർത്തനാതീത വിഭാഗങ്ങൾ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന സാഹചര്യത്തിൽ. വിവാദ പ്രസ്താവനയുമായി ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. ചൈനയും പാകിസ്ഥാനും ശക്തരായ അയൽക്കാർ. അവരുമായി ചർച്ച നടത്തണം. ഏറ്റുമുട്ടലിലൂടെ ഭീകരവാദികളെ ഇല്ലാതാക്കുന്ന നടപടി ഖേദകരമെന്നും ഫാറൂഖ് അബ്ദുള്ള. ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് ഇന്ന് 6 വർഷം. ആയിരത്തി 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ഭാരത സൈന്യം. കപ്പൽ മാർഗം അമേരിക്ക പാകിസ്ഥാനിൽ എത്തിച്ചത് $2 ബില്യൺ ആയുധങ്ങൾ. അക്കാലത്ത് പുറത്തിറങ്ങിയ പത്രവാർത്തയും പുറത്തുവിട്ട ഈസ്റ്റേൺ കമാൻഡ്. ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നീക്കം. സൈനിക നടപടി വൈകാതെയെന്ന ബെഞ്ചമിൻ നെതന്യാഹു. വിശദമായ വാർത്തകളിലേക്ക്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയവും. നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. 50-ലധികം ആളുകളെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉത്തരകാശിയിലെ ധരാലി മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മലനിരകളിൽ നിന്ന് ഒലിച്ചുവന്ന മണ്ണും വെള്ളവും നിരവധി കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് താഴേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാകും. मामा चलेगा सेफ जगह ഗീർഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്താണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ഉത്തരകാശിയിൽ നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളും വീടുകളും തകർന്നു. ധരാലി മാർക്കറ്റിലും നാശനഷ്ടമുണ്ടായി. 50-നും 100-നും ഇടയിൽ ആളുകളെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. ഹർസൽ സൈനിക ക്യാമ്പിൽ നിന്നുള്ള യൂണിറ്റുകളും പോലീസും പ്രദേശവാസികളുമാണ് ആദ്യം രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തി. जो आसपास की NDRF है, आर्मी है, उनकी टीम्स जो है वो भी रवाना हो रही हैं और मौके पर पहुंच रही हैं. इसके अलावा जो हमारी SDRF की बटालियन हेडक्वार्टर में जो एक्सरसाइज इक्विपमेंट्स को जो इस डिजास्टर में काम आ सकते हैं उनको भी हम लोग एक जियो के सुपरविजन में रवाना कर रहे हैं.
മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഗീർഗംഗ നദിക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചു. ചമോലി ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിൽ മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, നിലവിൽ 4 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം രക്ഷാദൌത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, ഉത്തരകാശിയിൽ ഇപ്പോഴും രക്ഷാദൌത്യം നിലവിൽ NDRFന്റെ DIG അറിയിച്ചിട്ടുള്ളത് 35 അംഗങ്ങൾ വീതമുള്ള 3 NDRF സംഘങ്ങളെ കൂടി ഈ ഉത്തരകാശിയിൽ ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് NDRFന്റെ കൂടുതൽ സംഘങ്ങൾ ഉടനെത്തും. അവരുടെ നേതൃത്വത്തിൽ കൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കും. നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുമ്പോൾ ഈ രക്ഷാ പ്രവർത്തകർക്ക് 4ലധികം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 50നും 100നും ഇടയിൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അർസൽ മേഖലയിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. 50ലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായും തകർന്നു. ഈ ഭാഗികമായി തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും ഒപ്പം ഈ അപകടം നടന്ന പ്രദേശത്തിന് ചുറ്റും ഇതിനോടകം തന്നെ സൈന്യം വിശദമായ പരിശോധന നടത്തുകയും ഗ്രാമവാസികളെയും ഈ ഭാഗികമായി തകർന്ന കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ആളുകളെയും എല്ലാം പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിട്ടുള്ള രക്ഷാദൌത്യത്തിലൂടെ നിരവധി ആളുകളെയാണ് ഈ മേഖലയിൽ നിന്നിപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും പോലീസും പ്രദേശവാസികളും ചേർന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്കും ഒപ്പം അർസലിലെ സൈനിക ക്യാമ്പിലേക്കും മാറ്റിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കും എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം NDRFന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഈ അപകടം നടന്നിട്ടുള്ള പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള രക്ഷാ ദൗത്യത്തിനുള്ള സംഘം വഴിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് ഡെറാഡൂണിലെ ഈ കൺട്രോൾ സെന്ററിൽ നിന്ന് ഇപ്പോൾ NDRFന്റെ സംഘം അറിയിച്ചിട്ടുണ്ട്. അതായത് ഉത്തരാഖണ്ഡിൽ ഇപ്പോഴും കനത്ത മഴ പലയിടങ്ങളിലും തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ട്. ചമോലി മേഖലയിൽ റോഡ് തന്നെ പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് പോയിട്ടുണ്ട്. ഈ ധരോലിയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ ദൃശ്യങ്ങൾ മുൻപിലുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വ്യാപ്തിയാണ് ആ അപകടത്തിൽ ഉണ്ടായത് എന്നുള്ളത്. ആ പ്രദേശത്ത് 50ലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മുകളിൽ നിന്ന് ഈ ഗീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് മുകളിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. അതൊരു വലിയ മിന്നൽ പ്രളയത്തിലേക്ക് വഴിവെക്കുകയും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞും വെള്ളവും മണ്ണും എല്ലാം ചേർന്നുകൊണ്ട് താഴേക്ക് കുത്തനെയുള്ള ചെരുവിൽ നിന്ന് താഴേക്ക് ഒഴുകി വരികയും അത് കെട്ടിടങ്ങളെ തകർത്തുകൊണ്ട് താഴേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്, നേരത്തെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പല കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. എങ്കിലും ധരോലി മാർക്കറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ചില കെട്ടിടങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഉത്തരകാശി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിക്കുകയും ആളുകളുടെ നിയന്ത്രിക്കുകയും ചെയ്തതിനാൽ തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അത്രയും ആളുകൾ ഈ അപകടം നടക്കുമ്പോൾ ധരോലി മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. എങ്കിൽ പോലും 50 മുതൽ 100 വരെ ആളുകളെ കാണാതായിട്ടുണ്ട്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യം മേഖലയിൽ പുരോഗമിക്കുകയാണ്. 4ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 35 അംഗങ്ങൾ വീതമുള്ള NDRFന്റെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 യൂണിറ്റുകൾ കൂടി സംഭവ സ്ഥലത്തേക്ക് ഉടൻ എത്തും എന്നുള്ളതാണ് NDRF DIG അറിയിച്ചിട്ടുള്ളത്. ശരി, ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. റഷ്യ ബന്ധത്തിൽ ഇരട്ടത്താപ്പുമായി അമേരിക്ക. ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക പിഴ ചുമത്തിയിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ ഇറക്കുമതി വൻതോതിൽ ഈ വർഷം ഉയർന്നു. ട്രംപ് അധികാരത്തിൽ വന്ന ഈ വർഷം തന്നെ ജനുവരി മുതൽ മെയ് 25 വരെ 23% വളർച്ചയാണ് ഇറക്കുമതിയിൽ രേഖപ്പെടുത്തിയത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക എണ്ണ ഇറക്കുമതി കുറച്ചിരുന്നു. എന്നാൽ എണ്ണ ഇറക്കുമതിയിൽ വന്ന കുറവ് യുറേനിയം,
പെലാഡിയം തുടങ്ങിയവയും വളവും അമേരിക്ക റഷ്യയിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചെയ്ത് പരിഹരിക്കുകയായിരുന്നു. 2025 ജനുവരി മുതൽ മെയ് വരെ അമേരിക്ക റഷ്യയിൽ നിന്ന് നടത്തിയ ഇറക്കുമതിയിൽ 23% വർധനവാണുണ്ടായത്. യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി വൻതോതിൽ നടത്തിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന നിർദ്ദേശം അംഗീകരിക്കാതിരുന്നതിനെ തുടർന്നാണ് വൻതോതിൽ ഭാരതത്തിന് താരിഫ് ചുമത്തിയത്. പുറമെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ പ്രത്യേക പിഴയും ചുമത്തി. യുക്രൈൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വേളയിൽ തന്നെയാണ് വൻതോതിൽ അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി നടത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. റഷ്യയുമായി വാണിജ്യ ബന്ധം തുടരുകയും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് വൻ വിമർശനങ്ങളാണ് വിളിച്ചുവരുത്തിയത്. ഭാരതത്തെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് സമ്മർദ്ദത്തിലാക്കുന്നതായി ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 1971 ഇന്ത്യ പാക് യുദ്ധവേളയിൽ അമേരിക്ക പാകിസ്ഥാന് ആയുധം നൽകിയത് ഓർമ്മിപ്പിച്ച് കരസേന ഈസ്റ്റേൺ കമാൻഡ്. $2 ബില്യൺ ആയുധങ്ങളാണ് 1954 മുതൽ 71 വരെ അമേരിക്ക പാകിസ്ഥാന് നൽകിയത്. അന്നത്തെ പ്രതിരോധ മന്ത്രി വിദ്യാചരൺ ശുക്ല രാജ്യസഭയിൽ മറുപടി നൽകിയതിനെ ഉദ്ധരിച്ചു വന്ന പത്രവാർത്തയും ഈസ്റ്റേൺ കമാൻഡ് പുറത്തിറക്കി. ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്നും എണ്ണ വാങ്ങേണ്ട അവസ്ഥ ഭാരതത്തിനുണ്ടായേക്കാമെന്ന ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്. പാകിസ്ഥാന്റെ എണ്ണ പരിവേഷണത്തിന് സഹായം നൽകുന്നതുൾപ്പെടെ അമേരിക്ക പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം നടന്ന സംഭവം എന്ന തലക്കെട്ടിൽ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ട പത്രവാർത്തയാണ് പാകിസ്ഥാനെ ആയുധം നൽകിയത് വീണ്ടും ചർച്ചയാക്കിയത്. 1954 മുതൽ 71 വരെയും തുടർന്ന അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറിന്റെ ഭാഗമായി $2 ബില്യൺ ആയുധങ്ങൾ പാകിസ്ഥാനിൽ എത്തിച്ചു എന്ന പത്രവാർത്തയാണ് ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടിരുന്നത്. രാജ്യസഭയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി വിദ്യാചരൺ ശുക്ല നൽകിയ വാർത്തയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പത്രവാർത്തയുടെ ഉള്ളടക്കം. ആയുധം നൽകിയത് വളരെ കുറഞ്ഞ വിലയ്ക്കായിരുന്നുവെന്നും വൻതോതിൽ ആയുധങ്ങൾ കപ്പൽ മാർഗം എത്തിച്ചു എന്നുമാണ് പാർലമെന്റിൽ നൽകിയ മറുപടി. യുദ്ധകാലഘട്ടത്തിൽ അമേരിക്ക കൃത്യമായി പിന്തുണച്ചത് പാകിസ്ഥാനെയാണ്. അമേരിക്കയുടെ പിന്തുണയോടെ അതിശക്തമായ തിരിച്ചടി ഭാരതം നടത്തുകയും ബംഗ്ലാദേശിന്റെ മോചനം സാധ്യമാവുകയും ചെയ്തതാണ് 71 യുദ്ധത്തിന്റെ അവസാനം. അമേരിക്കയുടെ ഭാരതവിരുദ്ധ നിലപാടുകൾ നടപ്പാക്കുന്നതിന് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന നയമാണ് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും കൈക്കൊണ്ടത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും അധിക താരിഫ് ചുമത്തുന്നതും പാകിസ്ഥാൻ അനുകൂല നീക്കങ്ങൾ നടത്തുന്നതും ഇതേ നിലപാടിന്റെ തുടർച്ചയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിവാദ പ്രസ്താവനയുമായി ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. പാകിസ്ഥാനും ചൈനയും ശക്തരായ അയൽക്കാരാണ്. പാകിസ്ഥാനുമായി ചർച്ച നടത്തണം. ഏറ്റുമുട്ടലിലൂടെ ഭീകരരെ ഇല്ലാതാക്കുന്ന രീതി ഖേദകരമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറയുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കി 6 വർഷം തികയുന്ന അവസരത്തിലാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശം. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനും ഭീകരർക്കും കനത്ത മറുപടി നൽകണമെന്ന് രാജ്യം ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് പാകിസ്ഥാനും ചൈനയും ശക്തരായ അയൽക്കാരാണെന്ന് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. പാകിസ്ഥാനുമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തണം. പാകിസ്ഥാനുമായി ചർച്ച ചെയ്താൽ മാത്രമേ ജമ്മു കശ്മീരിൽ സമാധാനം കൊണ്ടുവരാനാകൂ എന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. I don't see the peace coming. I think we're living in a fool's paradise thinking that peace is going to come overnight. We have a strong neighbor, whether it's China, whether it's Pakistan. Somehow we have to find a way out. War is not a way out. War has never been. Finally, you have to use pen. You have to discuss things on the table. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് 6 വർഷം തികയുമ്പോൾ ഭീകരപ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനായെന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ട് കശ്മീരിൽ സമാധാനം ഉറപ്പാക്കാനായില്ലെന്നും നിലവിലെ സൈനിക നടപടികൾ ഫലം കാണുന്നില്ലെന്നും നാഷണൽ കോൺഫറൻസ് പാർട്ടി മേധാവി കൂടിയായ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഭീകരവാദികളെ ഏറ്റുമുട്ടലിലൂടെ ഇല്ലാതാക്കുന്ന രീതി ഖേദകരമാണെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. They say, no, till the last gunfire is over, we're not going to talk. I'm very sorry to say that I feel sad the way we are going.
ജമ്മുകശ്മീർ ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമാണെന്നും പാക് അധിനിവേശ ജമ്മുകശ്മീരിനെ കുറിച്ച് മാത്രമാണ് ഇനി പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാനുള്ളതെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുമ്പോഴാണ് അയൽക്കാർ ശക്തരാണെന്നും ചർച്ച വേണമെന്നും ഫാറൂഖ് അബ്ദുള്ള ആവശ്യപ്പെടുന്നത്. നേരത്തെയും തീവ്ര ഇസ്ലാമിക ഭീകരർക്കും പാകിസ്ഥാനും അനുകൂലമായ പ്രതികരണങ്ങൾ ഫാറൂഖ് അബ്ദുള്ള നടത്തിയിരുന്നു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ മഹാദേവ് വിജയങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി NDA പാർലമെന്ററി പാർട്ടി യോഗം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ MPമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നതിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ യോഗം വിമർശിച്ചു. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്ന അമിത്ഷായെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും NDA MPമാർ പങ്കെടുത്തു. ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും പ്രതിബദ്ധതയുമാണ് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതെന്ന് പ്രമേയം വ്യക്തമാക്കി. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ MPമാർ പ്രശംസിച്ചു. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്ന അമിത്ഷായെ യോഗത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം ദേശീയ നിലപാടുകൾക്ക് വിരുദ്ധമായി ഉത്തരവാദിത്വമില്ലാതെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിനെ പ്രധാനമന്ത്രി വിമർശിച്ചു. ചൈന ഭാരതത്തിന്റെ ഭൂമി കൈയടക്കിയെന്ന പ്രസ്താവനയിൽ സുപ്രീം കോടതി രാഹുലിനെ വിമർശിച്ച വിഷയം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും പാർലമെന്റിലെ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ജനം, ഡൽഹി. ചൈനീസ് പരാമർശത്തിൽ രാഹുലിനെ ന്യായീകരിച്ചും സുപ്രീം കോടതിയെ വിമർശിച്ചും പ്രിയങ്ക വാദ്ര. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ തീരുമാനിക്കേണ്ട. കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണെന്നും പ്രിയങ്ക വാദ്ര പറഞ്ഞു. देखिए, कौन सच्चा भारतीय है, कौन सच्चा भारतीय नहीं है, ये तो मुझे लगता है कि मतलब न्यायपालिका के प्रति पूरे आदर के साथ कह रही हूँ कि ये तो उनके दायरे में नहीं होता डिसीजन. മതം മാറിയ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കായുള്ള സർക്കാർ സഹായം നിർത്തലാക്കാനൊരുങ്ങി ഛത്തീസ്ഗഡ് സർക്കാർ. പരിവർത്തിത വിഭാഗങ്ങൾ പാരമ്പര്യ ഗോത്ര വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായി തട്ടിയെടുക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ഛത്തീസ്ഗഡിലെ വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തന നിരക്ക് 75%-ലധികമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം 6.7% വരുന്ന പരമ്പരാഗത വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ നിർബന്ധിതമോ അല്ലാതെയുള്ള മതപരിവർത്തനത്തിന് വ്യാപകമായി വിധേയമാകുന്നു. കൂടാതെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്ന 95.3% വരുന്ന വനവാസി വിഭാഗങ്ങളിൽ മതപരിവർത്തന നിരക്ക് 80%. പരമ്പരാഗത വനവാസി ഗോത്രാചാരങ്ങൾ സംരക്ഷിക്കാനും പാരമ്പര്യം പിന്തുടരാനും സർക്കാർ നൽകുന്ന വിവിധ ഗ്രാന്റുകൾ അത്തരം ആചാരവിശ്വാസങ്ങളെ എതിർക്കുന്നവരുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു. ഇതാണ് പാരമ്പര്യ വനവാസി ജീവിതശൈലിയും ആചാരങ്ങളും ഉപേക്ഷിച്ച് മതപരിവർത്തനത്തിന് വിധേയമായവർക്ക് വനവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ നിർബന്ധിതരായത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ജനം, ഡൽഹി. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള വനവാസി ഗ്രാമങ്ങളിൽ നടക്കുന്നത് സർവ്വപരിധികളും ലംഘിച്ചുകൊണ്ടുള്ള മതപരിവർത്തനം. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിലാണ് തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയുമുള്ള മതം മാറ്റം നടക്കുന്നത്. ബസറിലെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ ജനം TV സംഘം കണ്ട കാഴ്ചകളും കേട്ട കഥകളും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ വ്യാപക മതപരിവർത്തനം നടക്കുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ. നടക്കുന്നത് സേവന പ്രവർത്തനമാണെന്നും മതപരിവർത്തനമേ അല്ലെന്നും ക്രൈസ്തവ സംഘടനകളും. സത്യത്തിൽ ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ എന്താണ് നടക്കുന്നത്? ആ വസ്തുതയിലേക്കാണ് ജനം TV പോകുന്നതും. 2013 ബസ്തറിലെ കോൺഗ്രസ് നേതാവും മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സൽവാജുദും സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും കൊലപ്പെടുത്തിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യം പോയത്. പോലീസും CRPFും എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ പോലും കടന്നു ചെല്ലാൻ ഭയന്നിരുന്ന
ഈ ഗ്രാമത്തിൽ വരെ മതപരിവർത്തന മാഫിയ തടസ്സമേതുമില്ലാതെ എത്തി. ബാക്കി ഗ്രാമീണർ പറയും. ईसाई लोग तो खूब बड़े सत बाबू, आमचे हिंदू लोग के खिंडी चेपा डाटा करे सोत, आदिवासी लोग के उन्हीं लोग खूब चिपे सोत, गांव लोग के कुछ सियान पीला चो गोट के नहीं दरोत ऊपरे जाए सोत झगड़ा लड़ी बाटे गांव चो सियान पीलावल समझान रखे सोत नहीं समझे सोत. അസുഖം മാറാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പഠിക്കാനും ജോലിക്കും സഹായിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. ഒന്നുകിൽ പാസ്റ്റർമാരായി, അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായി ഒക്കെയാണ് ഇവർ തിരിച്ചെത്തുന്നത്. ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് 60% ക്രിസ്തുമത വിശ്വാസികളാണ്. 5-ലധികം ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. हर गांव से गए हैं, कुछ ना कुछ गए हैं हर गांव से. उसमें हर गांव से फिर आपस भी आ रहे हैं, मूल धर्म में ला रहे हैं आपस. उन लोग बाहर से आते हैं तो उनका कुछ लालच देते हैं और अपने लालच से जाते हैं. वो होंगे कुछ इलाज है, कोई शिक्षा के नाम से, और कुछ पैसा वैसा के लालच में देते हैं, कुछ दवाई दारू के लालच में, ऐसा करके उधर ले जाते हैं. और ये पास्टर बनने से पैसा मिलेगा, ये सब बोल के ले जाते हैं. नहीं, मैं हॉस्पिटल में बेड घाट बोलूँ तो मैं हम कोई नहीं, हम तनों फिर कुटुंब लोग से डाटा हूँ रो कोई साथ नहीं देवा बोलते मैं उनका पर पास्टर लो तो ठीक है सन सन बेड बिड़वा बोलता ये तो काय बुलवा जल सिरा अभी था कहीं पूछूंगा बोले हेलो आंदे बाबू 2 दिन का तो बोले क्लास काय करवा मैं तो पर मैं बांट जाऊँ रोले सीधा सांगे नहीं मैं तो कहीं मैं जो बीरो में आई सही नहीं जानते रहे मैं बाट मुझे बाप दादी बन नहीं रोला मैं अकेला कारण जाऊँ रोले मैं कुटुंब लोग चाहते रोला साथ नहीं देते रोला उनका बस उतरी है. ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് കുറവല്ലാത്ത സ്വാധീനമുള്ള മറ്റൊരു ഗ്രാമത്തിലും ഞങ്ങളെത്തി. വരുന്നത് വരട്ടെ എന്ന് കരുതിയാണ് ആദിവാസി നേതാക്കൾക്കൊപ്പം അവിടേക്ക് കടന്നു ചെന്നത്. അവിടെ കേട്ടത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തന ഭീകരത. अभी 60 या 61 घर, 61 घर उधर कन्वर्ट हो गए हैं. उन लोगों को ऑफर मिलने से कुछ सुख दुख में थोड़ा सा हेल्प करते हैं और आर्थिक सहायता भी करते हैं. आर्थिक प्रलोभन देते हैं, मतलब लालच देते हैं. प्रलोभन मतलब उनका खान पान, उसके बाद थोड़ा सा पैसा देना, या तो फिर कुछ ज़मीन के मामले में. उतने अंदर गांव में घुस गए हैं, वहाँ चर्च बन गया, जैसे कोलिंग हो गया, आपका एलिंग नाड़ हो गया, कांदा नाड़ हो गया, बहुत अंदरूनी क्षेत्र है, वहाँ तक घुस गए इन लोग और वहाँ पे कन्वर्ट करवाएं हमारे आदिवासी भाइयों को. 15% तो कन्वर्ट हो गए हैं, 10-15% ना. धीरे धीरे बढ़ते जा रहे हैं. पहले तो बहुत कम लोग थे, अभी धीरे धीरे उनकी संख्या बढ़ती जा रही है. सर ऐसा है कि इन लोगों ने ना पहले यहाँ पर आए हैं तो थोड़ा सा स्वास्थ्य लाभ देने का ऐसा किए, उसके बाद धीरे धीरे इन्होंने अपने और कन्वर्ट कराने का प्रयास कर रहे हैं, चल रही है. और यहाँ के जो मूल संस्कृति आदिवासी लोग हैं, उनके जो रीति रिवाज हैं, उनसे अलग तोड़ फोड़ करके इनको अपनी ओर ले रहे हैं. മതം മാറിപ്പോയ ശേഷം പറ്റിക്കപ്പെട്ടവരെയും തിരികെ ആദിവാസി ഗോത്രവിശ്വാസങ്ങളിലേക്ക് എത്തിയവരെയും ഞങ്ങൾ അവിടെ കണ്ടു. പലർക്കും ക്രിസ്തുമതം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമല്ല, രഹസ്യമായി ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുമുണ്ട്. പട്ടിണിയും രോഗങ്ങളുമൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ ആദിവാസി ഗ്രാമങ്ങളിൽ പ്രതിരോധവും ശക്തമാവുകയാണ്. പ്രിയപ്പെട്ട മിഷണറിമാരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതിനാൽ നിയമം നിങ്ങളോട് പൊറുക്കില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബസ്തറിലെ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.
കർത്തവ്യ ഭവൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. സെൻട്രൽ വിസ്റ്റയിലെ പുതിയ കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. ആധുനികവും കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമായ ഭരണമെന്ന പ്രധാനമന്ത്രിയുടെ നയങ്ങളുടെ പൂർത്തീകരണമാണ് കർത്തവ്യ ഭവൻ. നിലവിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളിലുമായി പ്രവർത്തിക്കുന്ന വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായാണ് കർത്തവ്യ ഭവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 7 നിലകളിലായി ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അത്യാധുനിക ഓഫീസ് സമുച്ചയമാണ് ഇത്. ആഭ്യന്തര, വിദേശകാര്യ, ഗ്രാമവികസന, MSME, DOPT, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളുടെയും പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്നിവയുടെയും ഓഫീസുകൾ കർത്തവ്യ ഭവനിൽ ഉണ്ടാകും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.